ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് പബ്ലിക് എക്സാമിനേഷന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഓവർവ്യൂ ആണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 5 കാര്യങ്ങളും ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് നല്ലൊരു ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും ഇംഗ്ലീഷിന്. ഓക്കെ, സോ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം. സോ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലെസൺ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഫസ്റ്റ് ലെസൺ അല്ലേ. അപ്പോൾ അത് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ സമ്മർ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് നോട്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗൈഡോ ലേബർ ഇന്ത്യ, ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈനിൽ തന്നെ പലതരത്തിലുള്ള PDF നോട്ടുകളും ഒക്കെ അവൈലബിൾ അല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, സമ്മർ നമ്മൾ നന്നായിട്ടൊന്ന് തറവായിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ സമ്മറി പഠിക്കുക. ഓക്കെ, സോ ഈ സമ്മറി എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു കണ്ടൻറ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമ്മർ തന്നെ ധാരാളമാണ്. ഓക്കെ, സോ ഈ സമ്മർ നോക്കി ആദ്യം പഠിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സമ്മർ കൊണ്ട് മാത്രം നമുക്കൊന്നും ആവാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൂടി നോക്കുക. നമുക്കിപ്പോൾ ടെക്സ്റ്റിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഓരോ ലെസൻ്റെ ബാക്കിൽ ഓരോ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു തവണ എന്ത് ചെയ്യുക, മനസ്സിരുത്തി ഒന്ന് വായിച്ച് പോവുക. ഓക്കെ, അതായത് നമുക്കിപ്പം ഇതിനും നമ്മുടെ ഈ ലേബറിൻ്റെ അങ്ങനെയുള്ള കണ്ടൻറ്റുകളോ അല്ലെങ്കിൽ നോട്ടുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതോ ഒക്കെ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, നല്ല റിപ്പീറ്റ് ചെയ്തൊന്ന് വായിച്ച് പോവുക. അപ്പോൾ ഈ 2 സ്റ്റെപ്പുകൾ നമ്മൾ കഴിയുമ്പോൾ തന്നെ ഒരു ലെസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളത്. മനസ്സിലായോ? അതായത് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് കൂടി എന്ത് ചെയ്യുക, റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ആൻസേഴ്സൊക്കെ വായിച്ചു നോക്കുക, ഓരോ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് ആ ചാപ്റ്ററുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ആയി കഴിഞ്ഞു. ഓക്കെ, സോ ഈ ഒരു 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഒരു ചാപ്റ്റർ കവർ ചെയ്ത് തീർക്കാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, പിന്നെ അതിനുശേഷം നമുക്ക് അറിയാം നമ്മുടെ കണ്ടൻറ്റ് മാത്രം കൊണ്ട് നമുക്കൊന്നും ആവത്തില്ല. ഈ ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റിന് ഇംഗ്ലീഷ് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ലെറ്റർ, ഇമെയിൽ, അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് റിപ്പോർട്ട് അല്ലേ, അങ്ങനെയുള്ള ഫോർമാറ്റുകളൊക്കെ എന്ത് ചെയ്യണം, തറവായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഫോർമാറ്റുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ കണ്ടൻറ് ഉണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് ഈ സമ്മറിങ് ക്വസ്റ്റ്യൻസൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ ഫോർമാറ്റുകൾക്ക് സ്പെഷ്യൽ മാർക്കുള്ളതാണ്. സോ ഉറപ്പായിട്ടും ഈ ഫോർമാറ്റുകൾ പഠിച്ചിട്ട് പോവുക. അത് എല്ലാ കുട്ടികളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അടുത്ത് വരുന്നതാണ് ഗ്രാമർ റൂൾസ്. ഓക്കെ, നമുക്കറിയാം ഗ്രാമർ ഇല്ലാത്ത ചോദ്യപേപ്പറുകളില്ല അല്ലേ ഇംഗ്ലീഷ് എക്സാമിന്. സോ ഗ്രാമറിൻ്റെ എല്ലാ റൂൾസും പറ്റുന്ന അത്രയും ഗ്രാമർ പോർഷൻസും പഠിച്ചിട്ട് പോകാം കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാക്ടീസ് കൂടി ചെയ്യുക. അതിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ റൂൾസ് മാത്രം കുറേ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ അത് നമ്മൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഈ മാത്സ് ഒക്കെ നമ്മൾ ചെയ്തല്ലേ പഠിക്കുക, അതുപോലെ തന്നെ ഈ ഗ്രാമർ നമ്മൾ അങ്ങനെ ഒരു കണ്ണിലൂടെ നോക്കുക, അങ്ങനെ നമ്മൾ ചെയ്ത് കൂടി പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇംഗ്ലീഷിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്താൻ നിങ്ങൾക്ക് എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. സോ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ.